സംവാദത്തിന് വെല്ലുവിളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എണ്ണി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനോരമ ന്യൂസ് കോൺക്ലേവ് വേദിയിലാണ് അമിത്ഷായുടെ വെല്ലുവിളിയും മുഖ്യമന്ത്രിയുടെ മറുപടിയും. കേരളം അഭിമുഖീകരിച്ച ദുരന്തങ്ങളിൽ കേന്ദ്ര ധനസഹായം മുടങ്ങിയത് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പൊള്ളയായ അവകാശവാദങ്ങൾ വരെ പിണറായി വിജയൻ പൊളിച്ചെടുക്കി. സംസ്ഥാനം ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴുണ്ടായ കേന്ദ്ര അവഗണനയിൽ തുടങ്ങി മുഖ്യമന്ത്രിയുടെ മറുപടി. മഹാപ്രളയകാലത്തെയും ചൂരൽമല ദുരന്തത്തിലെ മുഖംതിരിക്കലുമൊക്കെ ഓർമ്മിപ്പിച്ചു. കേന്ദ്ര ധനസഹായം ഔദാര്യമല്ലെന്ന താക്കീതും. ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും ധനകാര്യ കമ്മീഷനുകളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെയും ഔദാര്യമല്ല, അത് സംസ്ഥാനത്തോടുള്ള അവഹേളനവുമാണ്. കേരളത്തിൽ വല്ലാത്ത യാതന അനുഭവിച്ച സംഘടനയാണ് തങ്ങളുടേതെന്ന പരാമർശത്തിനും മറുപടി. RSS എന്താണെന്ന് കേരളത്തിന് നല്ല ബോധ്യമുണ്ടല്ലോ. BJPക്ക് വോട്ട് നൽകുന്ന നിലയുണ്ടായാൽ നാം ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുന്നതിന് വോട്ട് ചെയ്യലാണ് എന്ന ചിന്തയുണ്ടാവണം. വിരട്ടിയത് കൊണ്ടൊന്നും സ്വാധീനം ലഭിക്കുമെന്ന് കരുതണ്ട കേട്ടോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കും എന്നും അമിത്ഷാ പറഞ്ഞതിന് സ്വപ്നം കാണുന്നതിന് ആരും എതിരല്ലെന്ന് പരിഹാസം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരം പിടിക്കും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടും നേടും. സ്വപ്നം കാണുന്നതിനൊന്നും നമ്മളാരും എതിരല്ല, എപ്പോഴും നല്ലതാണല്ലോ അത്. വിരട്ടിയാൽ സ്വാധീനമുണ്ടാകും എന്ന് കരുതേണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അമിത്ഷായുടെ വെല്ലുവിളി കേരളം ഗൗരവത്തോടെ കാണണമെന്നും ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ടവർക്കും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നതെന്നും പറഞ്ഞു.